നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ CSIR റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 209 വേക്കൻസീസാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ നമ്മൾ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ 177 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇത് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കെയിലായിരിക്കും. പേ ലെവൽ 2 വരുന്നതാണ്. ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി 35,000 രൂപയുടെ അടുത്ത് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ്. +2 നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. +2 പാസ്സായ ആർക്കും ഇത് അപേക്ഷിക്കാം. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതിന് ടൈപ്പിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അവർ കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മാത്രം മതി. ഇത് അപേക്ഷിക്കാനുള്ള യോഗ്യത പറഞ്ഞാൽ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്ന 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ വയസ്സിളവും, SC STക്ക് 5 വർഷത്തെ വയസ്സിളവും ലഭിക്കുന്നതായിരിക്കും. ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 32 ഒഴിവുകളാണ്. +2ഉം സ്റ്റെനോഗ്രാഫിയൊക്കെ അറിയുന്നവർക്ക് ഇത് അപേക്ഷിക്കാം. ഇതും മാക്സിമം ഏജ് ലിമിറ്റ് വരുന്ന 27 വയസ്സാണ്. ഇതിൻ്റെ സാലറി ഏകദേശം 45,000 സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നതായിരിക്കും. ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. CSIR വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റ് 22 മാർച്ച് 2025 മുതൽ 21 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഏകദേശം അവർ പറയുന്നത് മെയ് ഓർ ജൂൺ 2025 പിന്നെ അതിനുശേഷമുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ടാവുക ജൂൺ 2025 എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന CSIR സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. ന്യൂഡൽഹിയിലാണ് അവിടെയുള്ള CSIRൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും അതിൻ്റെ അനുവദിച്ച ലാബുകളിലുമാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സ്ഥാപനങ്ങളുടെ UR OBC SC ST EWS ആയിട്ട് അവർ വേക്കൻസി തിരിച്ചിട്ടുണ്ട്. 250 വേക്കൻസിയിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രിഫറൻസ് നോക്കി കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് വുമൺ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. SC ST കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും ഒന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള അൺറിസർവ്ഡ് OBC EWS മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഏജ് ലിമിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് ആയ ഏപ്രിൽ 21 വെച്ചിട്ടായിരിക്കും. ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. എക്സാമിനേഷൻ സ്കീം വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണെങ്കിലും ഇൻ്റലിജൻസ് റീസണിങ് അവയർനെസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ സ്റ്റെനോഗ്രാഫി ടെസ്റ്റ് ഉണ്ടാകും. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2.5 മണിക്കൂറിൻ്റെ OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഫസ്റ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതിനുശേഷം പേപ്പർ 2 വരുന്ന ജനറൽ അവയർനെസ്സിൻ്റെ 50, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ 50 ആണ്. ഇതും 300 മാർക്കിന് വരുന്നതായിരിക്കും. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷമുള്ള കമ്പ്യൂട്ടർ ടെസ്റ്റ് വരുന്ന ഇംഗ്ലീഷ് ടൈപ്പിംഗ് ആണ്. 35 വേർഡ്സ് പെർ മിനിറ്റ്. അതിനുശേഷമാണ് മെറിറ്റ് ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യുക. ഈ കമ്പ്യൂട്ടർ ടെസ്റ്റ് ക്വാളിഫയിങ് മാത്രമാണ്. അതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. പേപ്പർ 1 ഓഫ് ദി റിട്ടേൺ എക്സാമിനേഷൻ ക്വാളിഫയിങ് മാത്രമാണ്. അപ്പോൾ പേപ്പർ 2 ഓഫ് ദി റിട്ടേൺ എക്സാമിനേഷൻ അതായത് ജനറൽ അവയർനെസ്സിൻ്റെയും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും മാർക്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ മെറിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ അവരിപ്പോൾ പറയുന്നത് ഡൽഹിയിലായിരിക്കും. ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. വേരിയസ് ലൊക്കേഷൻസ് ഓഫ് ഡൽഹി NCRലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതിന് ഹാർഡ് കോപ്പി ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ ഫുള്ളായി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. 21 ഏപ്രിൽ 2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട്. 209 വേക്കൻസീസാണ് ടോട്ടൽ ഉള്ളത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.